ഹായ്, സഹദേവ് മാഷാണേ. ജിയോമെട്രിക്കൽ പാറ്റേൺസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത്തവണ ഒരു 3D എഫക്റ്റുള്ള ചിത്രമാണ്. വെറും പെൻസിൽ കൊണ്ടുള്ള ഷെയ്ഡിങ് കൊണ്ട് എങ്ങനെയാണ് ഹോള് 6 ഭാഗത്തും വ്യത്യസ്ത തരത്തിലുള്ള ഹോളുള്ള ഒരു രൂപം ഉണ്ടാക്കുന്നതെന്നാണ്. അപ്പോൾ കൃത്യമായി 3D എഫക്റ്റുള്ള രൂപം തന്നെയാണ്. A4 പേപ്പർ തന്നെ നമുക്ക് വരച്ചെടുക്കാം. അപ്പോൾ കളറില്ലെങ്കിലും സ്കെച്ച് പെന്നോ അല്ലെങ്കിൽ കളർ മാർക്കറോ ഇല്ലെങ്കിൽ പോലും നമുക്കിത് ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ വ്യത്യസ്ത വ്യൂ ആണ് നമ്മൾ കാണുന്നത്, മേലെ നിന്നും സൈഡിൽ നിന്നും ഒക്കെയുള്ള കാഴ്ച. അപ്പോൾ ഈ ചിത്രം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഇൻസ്ട്രുമെൻ്റ് ബോക്സിലുള്ള ഉപകരണങ്ങൾ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. കോമ്പസും അതേമാതിരി സ്കെയിലും പെൻസിലും മാത്രം. വേണമെങ്കിൽ നമുക്ക് കളർ കൊടുത്തുകൊണ്ടും ഇത് ഭംഗിയാക്കി എടുക്കാം. കളറുള്ളവർ ആ ഡാർക്ക് കളറിന് ബ്ലാക്കൊക്കെ കൊടുക്കുന്നത് നല്ലതാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നിർമ്മാണം കൃത്യമായി നമുക്ക് നോക്കാം. A4 പേപ്പർ തന്നെയാണ് ചെയ്യുന്നത്. A4 പേപ്പറിൻ്റെ മധ്യഭാഗത്ത്, അതായത് വീതിയുടെ 10.5 സെൻറ്റിമീറ്റർ, 21ൻ്റെ പകുതി 10.5 സെൻറ്റിമീറ്ററിന് ഇരുവശത്തും പോയിൻ്റ് ഇട്ടതിന് ശേഷം വളരെ ലൈറ്റായിട്ട് അത് യോജിപ്പിച്ച് വരയ്ക്കുകയാണ്. അതായത് ഈ വരക്ക് നിറം വേണ്ട, ഈ വര ആവശ്യമില്ല നമുക്ക്. അതിൻ്റെ മധ്യബിന്ദു, അതായത് 15 സെൻറ്റിമീറ്ററിന് വീണ്ടും ഒരു പോയിൻ്റ് ഇടുകയാണ്. അപ്പോൾ ഇപ്പോൾ എടുക്കുന്നത് 10.5 സെൻറ്റിമീറ്റർ റേഡിയസാണ് കോമ്പസിൽ, 10.5 സെൻറ്റിമീറ്റർ റേഡിയസിൽ, അതും ലൈറ്റായിട്ടുള്ള ഒരു സർക്കിളാണ്. സർക്കിള് അറ്റത്ത് വരെ ഉണ്ടാവും. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടത് കട്ട് ചെയ്യുന്നത് ഇങ്ങനെ തന്നെ ആയിരിക്കണം, ഇല്ലെങ്കിൽ പുറത്തായിപ്പോവും ചിത്രം. അതേ റേഡിയസ് കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരേ സൈഡ് തന്നെയാണ്, 6 തുല്യ ഭാഗങ്ങളായിട്ടുള്ള ഒരു റെഗുലർ ഹെക്സഗൺ. അപ്പോൾ വശങ്ങൾ 10.5 സെൻറ്റിമീറ്റർ തന്നെയായിരിക്കും. അപ്പോൾ 6 വശവും 10.5 സെൻറ്റിമീറ്റർ തന്നെ എടുക്കുകയാണ്. ഈ 10.5 എടുക്കുന്നതിനൊരു കാരണമുണ്ട് കേട്ടോ. അതിന് നമുക്ക് 7 തുല്യ ഭാഗമാക്കണം. ഇനി അവിടുന്ന് മധ്യബിന്ദു വരെ മാത്രം, അതും 10.5 സെൻറ്റിമീറ്റർ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ 3 സൈഡിൽ ഇപ്പോൾ ഒരു ക്യൂബിൻ്റെ രൂപത്തിൽ ചെയ്തെടുക്കുക. പിന്നീട് അതിൻ്റെ എല്ലാ ഭാഗത്തും, അതായത് 1.5 സെൻറ്റിമീറ്റർ ഇടവിട്ട് പോയിൻ്റ് അടയാളപ്പെടുത്താം. അപ്പോൾ എങ്ങനെയാണ് വരിക? 1.5, 3, 4.5, 6, 7.5, 9 അങ്ങനെയുള്ള പോയിൻ്റുകളാണ്, 6 പോയിൻ്റുകളാണ് നമുക്ക് കിട്ടും. 1.5, 3, 4.5, 6, 7.5, 9. അപ്പോൾ എല്ലാം 1.5 സെൻറ്റിമീറ്റർ വിട്ടിട്ടാണ് ചെയ്യുന്നത്. അതാണ് 10.5 എടുക്കാൻ കാരണം, 10.5 എടുക്കാൻ കാരണം അതാണ്. ഇല്ലെങ്കിൽ 7 സെൻറ്റിമീറ്ററാണ് എടുക്കേണ്ടത്. അപ്പോൾ താരതമ്യേന വളരെ ചെറിയ ചിത്രമായിപ്പോയി. A4 നിറഞ്ഞു നിൽക്കണമെങ്കിൽ 10.5 സെൻറ്റിമീറ്ററിൽ തന്നെ എടുക്കുന്നതിൻ്റെ ഉദ്ദേശം അതാണ്. ഇങ്ങനെ 6 സൈഡിലും നമ്മൾ ആ പോയിൻ്റുകൾ ഇടുകയാണ്, 1.5 സെൻറ്റിമീറ്റർ ഇടവിട്ടിട്ടുള്ള പോയിൻ്റ്. ഇത് ആ മധ്യഭാഗത്തും ചെയ്യണം. ഒരറ്റത്ത് 0-ഉം മറ്റേ അറ്റത്ത് 10 ആയിരിക്കുമല്ലോ. അപ്പോഴാണ് നമുക്ക് 1.5, 3, 4.5, 6, 7.5, 9 എന്നുള്ള രൂപത്തിൽ പോയിൻ്റ് തുല്യ അകലത്തിൽ കിട്ടും. ഇപ്പോൾ 6-ഉം 3-ഉം 9 വരകളിലും നമ്മൾ പോയിൻ്റ് ഇട്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് ഇതാ, 1-ൽ നിന്നും 1-ലേക്ക്. ഞാനിപ്പോൾ സ്കെച്ച് പെൻ ഉപയോഗിച്ചാണ് വരക്കുന്നതെന്നുള്ളതുകൊണ്ട് സ്കെയിൽ തിരിച്ചു വെച്ചതാണ്. പിന്നീട് ഒന്ന് വിട്ടിട്ടാണ് അടുത്തത് വരക്കുന്നത്. പിന്നീട് അടുത്തത് തന്നെയാണ് വരക്കുന്നത്. എന്താ, വീണ്ടും അറ്റത്തേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ നോക്ക്, നമ്മൾ 4 വരകൾ വരച്ചിട്ടുണ്ട്. ഒന്നും കൂടെ അതേ രൂപത്തിൽ 2 അറ്റത്തും 2 മധ്യഭാഗത്തുമാണ് വരക്കുന്നത്. ശ്രദ്ധിച്ചാൽ മതി. 2 മധ്യഭാഗത്ത്, 2 ഓരോ അറ്റത്തും.
ഈ രൂപത്തിലാണ് എല്ലാ വശത്തും വരക്കേണ്ടത്. അത് യോജിച്ചിങ്ങോട്ട് വരും. അപ്പോൾ 1-ൽ നിന്നും 1-ലേക്ക്, പിന്നെ 3-ൽ നിന്നും 3-ലേക്ക്, പിന്നെ 4-ൽ നിന്നും 4-ലേക്ക്, അടുത്തത് 6-ൽ നിന്നും 6-ലേക്ക്. അപ്പോൾ 1, 3, 4, 6 ഇതാണ് ഓർക്കേണ്ട നമ്പർ. 1, 3, 4, 6. 1 കഴിഞ്ഞ് ഇത് 3 ആണ്, അടുത്തത് 4 ആണ്, നെക്സ്റ്റ് 6. ഈ സൈഡിലും ആ രൂപത്തിൽ തന്നെ വരയ്ക്കുക. യെസ്, 4-ൽ നിന്നും 4-ലേക്ക്, പിന്നീട് 6-ൽ നിന്നും 6-ലേക്ക്. അതേപോലെ അതിലും തിരിച്ചു വരയ്ക്കുക. മൂന്ന്, 4, പിന്നീട് 6-ൽ നിന്ന്. യെസ്. ഇനി അടുത്ത സ്റ്റെപ്പ് ശ്രദ്ധിക്കുക. ഇതാ, ആ 2-ൽ നിന്ന് ഒരു കട്ട് ചെയ്ത് രണ്ടറ്റത്തും മധ്യഭാഗത്തും മാത്രം ആ 1.5 സെൻറ്റിമീറ്റർ, 1 യൂണിറ്റ്, 2 അറ്റത്തും മധ്യഭാഗത്തും കണ്ടിന്യൂസ് ആയിട്ട് വരയ്ക്കുന്നില്ല. ഈ രൂപത്തിൽ തന്നെ 3 ഭാഗത്തും ഇതേപോലെ വരയ്ക്കേണ്ടതാണ്. അറിയാതെ അപ്പുറത്തേക്ക് കയറിപ്പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. വരക്കുന്നതൊക്കെ പാരലൽ ലൈനും കൂടിയാണ്. തിരിച്ചും എല്ലാം ഒരേ പാറ്റേണിലാണ് വരുന്നത് എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. 3 വശവും ഒരേപോലെ തന്നെയാണ് വരുന്നത്. യെസ്. ഇനി ഇതാ ഇത്രയും ചെയ്തെടുത്ത്, ഇനി അടുത്ത സ്റ്റെപ്പ് അവിടെ 1, 2 വലുതാമത് ചെയ്യും, 3-ാമത്തെ ചെറുത്. അപ്പോൾ ആദ്യം അവസാനവും വരച്ചത് ചെറുതാണ്, മധ്യഭാഗത്ത് ആ ഡേയ്സ് അല്ലെങ്കിൽ സാമാന്തരികത്തിൻ്റെ ചെറുത്, പിന്നീട് വലുതാണ് വരക്കുന്നത്, വലുത് വീണ്ടും ചെറുത്. അപ്പോൾ ചെറുത് വലുത് ചെറുത് ആ രൂപത്തിൽ ഓർത്താൽ മതി. ഇതാ അടുത്തത്. ഇവിടെ വേണേൽ 2 ഒന്നിച്ച് വരക്കാം, മേലെയും താഴെയുണ്ടല്ലോ. 1 ഇതാ, അതേപോലെ 2 ചെറുത് വരച്ച് മേലെയും താഴെയും, 2 വലുത്, സൈഡിലേക്ക് വരുമ്പോൾ വീണ്ടും 2 ചെറുത്. യെസ്. ഈ രൂപത്തിൽ 3 സൈഡും ഇതാ ഈ രൂപത്തിൽ ചെരിച്ച് വെച്ചാൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ഒരേപോലെ വരക്കാം. നടുവിൽ വലുത്, സൈഡിൽ ചെറുത്, ഇവിടെയും 2 അറ്റങ്ങളിലും ചെറുത്, നടുവിൽ വലുത്. നേർരേഖ തന്നെ വരാൻ വേണ്ടി നമുക്ക് ഈ രൂപത്തിൽ വെച്ചാൽ താഴെയും മേലെയും കിട്ടുമേ. അവിടെയും താഴെ ഓരോ സൈഡിലും ഇങ്ങനെയുള്ള 4 കളങ്ങളാണ് ഉണ്ടാവുക. 2 ഒരേ സമയം ഇതുപോലെ വരക്കാം, മറ്റത് 2 സൈഡിലാണ്. യെസ്.
അടുത്ത മൂന്നാമത്തെ വശവും ഇതേപോലെ തന്നെ ചെയ്യാം. അപ്പോൾ വരക്കാൻ കൺഫ്യൂഷൻ ഉണ്ടാവില്ല, കൃത്യമായി ഈ രൂപത്തിൽ പറഞ്ഞു തരുന്നുണ്ട്. ചെറുത് വലുത് ചെറുത് ആ ക്രമം ഒന്ന് ആലോചിച്ചാൽ മതി. പിന്നെ നേർരേഖയിൽ തന്നെയാണ് വരേണ്ടത്, അതുകൊണ്ട് തന്നെയാണ് താഴെ നോക്കിയാൽ ഒരേ രൂപത്തിൽ ആ പിന്നെ നേർരേഖയ്ക്ക് വഴങ്ങുന്ന രൂപത്തിലാണ് താഴെ വരെ വെക്കുന്നത്. യെസ്, മുഴുവൻ വരച്ചെടുത്താൽ ഇതാ ഇങ്ങനെയാണ് ഉണ്ടാകുക. ഇനിയും അതിൽ ചെറിയ 1-2 വരകളും കൂടെ വരക്കേണ്ടതുണ്ട്. ഇത് അവിടെ ആ രൂപത്തിൽ ചേർത്ത് വരക്കുകയാണ് ചെയ്യേണ്ടത്. യെസ്, ഇനി അത് നേരെ തിരിച്ച് ഓക്കെ. ഈ രൂപത്തിൽ എല്ലാ സ്ഥലത്തും ചെയ്യണം. അപ്പോൾ എവിടെയൊക്കെയാണ് ആ രൂപത്തിൽ ചിത്രമുള്ളത് അതൊക്കെ ഇതാ തിരിച്ചും മറച്ചും 2 വരകൾ. അപ്പോൾ ഓരോ സൈഡിലും 4 എണ്ണം ചെയ്യാനുണ്ടാവും, കാരണം നമ്മൾ 4 എണ്ണം ചെയ്തിരുന്നല്ലോ. ഇതാ മൂന്നാമത്തത്. ഒന്നും കൂടെ അതേ സൈഡിലുണ്ട്, ഇതാ അവിടെ. അപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവില്ല, ഇതാ ഈ രൂപത്തിൽ തന്നെ ശ്രദ്ധിച്ചാൽ മതി. ഇനി സൈഡ് തിരിച്ച് വെച്ചാൽ ഇപ്പോൾ അവിടെ കഴിഞ്ഞ് സൈഡ് തിരിച്ച് വെച്ചാലും ഇതേ പാറ്റേൺ തന്നെയാണ് വരിക. സൈഡ് തിരിക്കുന്നത് ഇതാ അതേപോലെ തന്നെ ചെയ്യാം നമുക്ക്. എങ്ങനെയാണോ നേരത്തെ 4 എണ്ണം വരച്ച് അതേപോലെ ഈ തവണയും ഇവിടെ നമുക്ക് 4 എണ്ണം വരക്കാൻ പറ്റും. തിരിച്ചും അപ്പോൾ അത്തരത്തിൽ ഇതാ ഒന്ന്, അപ്പോൾ മേലെ താഴെ പിന്നെ 2 സൈഡിലുമായിട്ട് അങ്ങനെ 4 എണ്ണമായിരുന്നല്ലോ ഉണ്ടായിരുന്നത്. യെസ്, ഇനി ഒന്ന് താഴെയും ലെഫ്റ്റ് സൈഡുമാണ്. താഴെയും കൂടെയുണ്ട്. യെസ്, ഇതേപോലെ മൂന്നാമത്തെ സൈഡും. ഇപ്പോൾ 2 സൈഡ് നമ്മൾ കംപ്ലീറ്റ് ആക്കി. മൂന്നാമത്തെ സൈഡ് രണ്ട്, മൂന്നാമത് ഒന്ന് മേലെയും. ഇപ്പോൾ എല്ലാ വരയും കംപ്ലീറ്റായി. ഇനി അത് ഷെയ്ഡിങ് ആണ്. അപ്പോൾ മുഴുവനും പൂർത്തിയായാൽ ഇതാ ഈ രൂപത്തിലാണ് ഉണ്ടാകുക. അപ്പോൾ പലതരത്തിലും ചെയ്യാം. ഞാനിത് പെൻസിൽ കൊണ്ട് ചെയ്താൽ എങ്ങനെയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, പെൻസിൽ കൊണ്ട് തന്നെ ചെയ്യുമ്പോൾ ലൈറ്റ് ഷെയ്ഡും ഡാർക്ക് ഷെയ്ഡും അത് നമ്മൾ നേരത്തെ ചെയ്ത അതിൻ്റെ ഹാഫ് ട്രയാങ്കിൾ, അതായത് അതൊരു സാമാന്തരികത്തിൻ്റെ രൂപത്തിലാണല്ലോ, 2 ട്രയാങ്കിളായിട്ട് നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരേ സൈഡിലുള്ള ട്രയാങ്കിളാണ്. ഒരേ സൈഡിലുള്ള ട്രയാങ്കിളിൽ നമ്മൾ ഡാർക്ക് കളർ പെൻസിൽ കൊണ്ട് ഡാർക്ക് കൊടുക്കുക. പരമാവധി നല്ലോണം അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ ഡാർക്കായിട്ട് കിട്ടും. പെൻസിൽ കൊണ്ട് കൊടുക്കുന്നത് എന്താ വെച്ചാൽ അതിൻ്റെ ഉള്ളിലുള്ള ആ ബ്ലാക്ക് ലൈന് നമ്മൾക്ക് കാണണം, നേരിയ രൂപത്തിനെങ്കിലും കാണാൻ കഴിയണം. ശരിക്കും ബ്ലാക്ക് കളറാണ് കൊടുത്തതെങ്കിൽ അത് നമുക്ക് കാണാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ടാണ് ഈ രൂപത്തിൽ ചെയ്യുന്നത്. നമ്മൾ
ചെയ്തെടുക്കുന്ന ചിത്രത്തിന് ഒരു ആഴമുള്ളതായിട്ട് തോന്നണമെങ്കിൽ, ഉള്ളിലേക്ക് കുഴിയിലേക്ക് ഇറങ്ങുന്നത് പോലെ തോന്നണമെങ്കിൽ ഈ രൂപത്തിൽ കാണണം. നാലാമത്തെ കൂടെ കൊടുക്കുക. യെസ്. ഇനി ഇതേ പെൻസിൽ ഉപയോഗിച്ച് തന്നെ ലൈറ്റ് ഷെയ്ഡ് കൊടുക്കുക. പെൻസിൽ അത് തന്നെയാണ്, പെൻസിലിന് മാറ്റമൊന്നുമില്ല. പക്ഷേ നമ്മൾ അധികം അമർത്താതെയാണ് ഷെയ്ഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ലൈറ്റ് ഷെയ്ഡ്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഡാർക്കും ലൈറ്റും ഒരേ പെൻസിൽ കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാം. ഇനി ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഡാർക്ക് പോരാൻ തോന്നിയാൽ ഒന്നും കൂടെ നമുക്ക് പിന്നെ നന്നായിട്ട് അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഒന്നും കൂടെ ഡാർക്കാവും. അപ്പോൾ ഒരു പകുതിയിൽ ഒരു ലൈറ്റ് ഷെയ്ഡും മറ്റേ പകുതിയിൽ കുറച്ചും കൂടെ ഡാർക്കായിട്ടുള്ള ഷെയ്ഡുമാണ്. അപ്പോൾ ഒരു കുഴിയിൽ അല്ലെങ്കിൽ ആഴത്തിലേക്ക് ഒരു തോന്നലുണ്ടാക്കണമെങ്കിൽ ഇതാ ഈ രൂപത്തിൽ. ഇപ്പോഴാണ് ആഴത്തിലേക്ക് ഒരു തോന്നലുണ്ടാക്കുന്നത്. ഇപ്പോൾ ലെഫ്റ്റ് സൈഡാണ്, നേരത്തെ റൈറ്റ് സൈഡാണ് ഡാർക്ക് കൊടുത്തതെങ്കിൽ ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ളതിനാണ് ഡാർക്ക് കൊടുക്കുന്നത്. അപ്പോൾ സൈഡ് മാറിപ്പോവരുത്. ഇപ്പോൾ ട്രയാങ്കിൾ കണക്കാക്കി തന്നെയാണ് ചെയ്യുന്നത്. ഇതിന് പകരം കളർ ഉപയോഗിച്ചും ചെയ്യാം. ആ ചെയ്ത ചിത്രം എങ്ങനെയാണുള്ളതെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ബ്ലാക്ക് കളർ കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന ലൈന് കാണില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാനത് മാറ്റിയിട്ട് വീണ്ടും പെൻസിൽ കൊണ്ട് ചെയ്തത്. ചെയ്യുന്നത് ഒരേ സൈഡിലായിരിക്കണമെന്നുള്ള ശ്രദ്ധ. ലെഫ്റ്റ് ആണെങ്കിൽ എല്ലാം ലെഫ്റ്റ് തന്നെയായിരിക്കണം, റൈറ്റ് ആണെങ്കിൽ എല്ലാം റൈറ്റ് തന്നെ. ആ സൈഡിൻ്റെ കാര്യമാണ് പറയുന്നത്. യെസ്. ഇനി ആ ഹാഫ് പോർഷൻ ലൈറ്റായിട്ട് ഷെയ്ഡ് ചെയ്യുക. പിന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് അതായത് ബ്ലാക്ക് കട്ടിയുള്ള രൂപത്തിലും അധികം ഡാർക്കായി വരുന്ന രൂപത്തിലെല്ലാം പലതരത്തിലുള്ള പെൻസിലുകൾ മാർക്കറ്റിലുണ്ട്. ഒരേ സെറ്റിൽ തന്നെ പലതരത്തിലുള്ള അങ്ങനെ കാണാറുണ്ട്. ഞാൻ പക്ഷേ ഈ കയ്യിലെടുത്തിരിക്കുന്ന 2HB അപ്സരേൻ്റെ 2HB പെൻസിലാണ് എൻ്റെ അടുത്തുള്ളത്. അതുപയോഗിച്ചാണ് ചെയ്യുന്നത്. യെസ്. ഇപ്പോൾ രണ്ട് സൈഡ് നമ്മൾ ലൈറ്റും ഡാർക്കും ആയിട്ടുള്ള ഷെയ്ഡ് കൊടുത്തു കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ സൈഡിൽ ഡാർക്ക് വേണ്ട, ലൈറ്റ് ഷെയ്ഡ് മതി. ഇതാ ഇങ്ങനെ പിടിക്കുമ്പോൾ റൈറ്റ് സൈഡാണേ, റൈറ്റ് സൈഡിലുള്ള ട്രയാങ്കിളിലാണ് അത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഭാഗത്ത് ലൈറ്റ് ഷെയ്ഡ് മാത്രമേ ഉള്ളൂ, ഡാർക്ക് ഷെയ്ഡ് ഉണ്ടാവില്ല. അപ്പോൾ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. വീഡിയോ ഇഷ്ടമായാൽ ഒഴിവ് സമയമാണ്, നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഇത് ഷെയർ ചെയ്യുക. ഒപ്പം ഇതൊരു ആൽബമാക്കിയിട്ട് മാറ്റാം. നിങ്ങൾ ഒരു ദിവസം ഒരു ചിത്രമെങ്കിലും വരച്ചെടുത്ത് കഴിഞ്ഞാൽ വെക്കേഷൻ കഴിയുമ്പോഴേക്ക് ഒരു 10-60 ചിത്രങ്ങളുള്ള വലിയൊരു ആൽബമായി മാറും. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ അത് കൂടുതൽ അങ്ങനെ 100-150 എണ്ണമൊക്കെ വെക്കേഷൻ കാലത്ത് വരച്ചിട്ട് വലിയൊരു ആൽബമായിട്ടെടുത്ത് പിന്നെ
ഇയർ തുറക്കുമ്പോൾ ടീച്ചേഴ്സിൻ്റെ മുമ്പിൽ എത്തിക്കുന്ന കുട്ടികളുണ്ട്. അങ്ങനെ ചെയ്താൽ അടുത്ത ഗണിതശാസ്ത്രമേളയ്ക്ക് ഒരു ഐറ്റം തീർച്ചയായും നിങ്ങൾക്ക് ടീച്ചേഴ്സ് പ്രത്യേകം കരുതും. അപ്പോൾ അത്തരത്തിലുള്ള പ്രത്യേക കോച്ചിങ്ങുകളൊക്കെ കിട്ടും. അപ്പോൾ ഒഴിവ് സമയത്ത് നമുക്ക് ക്രിയാത്മകമായിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുകയും ചെയ്യും. അപ്പോൾ ഇതാ ലൈറ്റും ഡാർക്കും ആയിട്ട് ഞാൻ പെൻസിൽ കൊണ്ട് തന്നെ ചെയ്ത ചിത്രമാണ് നിങ്ങൾക്ക് കാണുന്ന വ്യത്യസ്ത രൂപത്തിൽ. ഇനി അതിൻ്റെ പലതരത്തിലുള്ള വ്യൂസ് നമുക്ക് നോക്കി കാണാം. അപ്പോൾ ഒഴിവ് ദിവസം വെറുതെ ഇരിക്കുന്നതിന് പകരം വീട്ടുകാരോട് പേരൻസിനോട് ഇത്തരത്തിലുള്ള A4 പേപ്പറും ഇതാ നോക്ക്, ഇത് നമുക്ക് ഇൻസ്ട്രുമെൻ്റ് ബോക്സിലുള്ള ഉപകരണവും പെൻസിലും മാത്രമേ ഉപയോഗിച്ചുള്ളൂ. വില കൂടിയ കളറൊന്നും വേണ്ട. പല കുട്ടികളും കളറില്ല എന്നുള്ളതാണ് അവർക്കുള്ള പ്രയാസം. നിങ്ങൾ വില കൊടുത്ത് കളർ വേണ്ട, ഇതാ പെൻസിൽ കൊണ്ട് തന്നെ ഈ രൂപത്തിൽ എങ്ങനെയാണ് ചെയ്യാമെന്നാണ് ഞാൻ കാണിച്ചത്. അതുപോലെ ക്രയോൺ ഉപയോഗിച്ച് ചെയ്യുന്നത്. ഇനി കളറുള്ളവർ സ്കെച്ച് പെന്നാണെങ്കിലും മാർക്കറാണെങ്കിലും ബ്രഷ് പെന്നാണെങ്കിലും അത് ഉപയോഗിച്ചും ചെയ്യാം. ഇനി ഇതൊന്നും ഇല്ലെങ്കിലും വെറും പെൻസിൽ കൊണ്ട് എങ്ങനെ ചെയ്യുക എന്നുള്ളതാണ്. നോക്ക്, ഈ ചിത്രം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചത് സ്കെയിലും പെൻസിലും മാത്രമാണ്. പിന്നെ ബോക്സിലുള്ള ഉപകരണം അത് കോമ്പസ്, ഇതൊക്കെ നമ്മളെ കയ്യിലുള്ള തന്നെയാണ്. ഇനി A4 പേപ്പർ ഇല്ല, A4 പേപ്പർ ഇല്ലെങ്കിലും നിങ്ങളെ നോട്ട്ബുക്കിലുള്ള വലിയൊരു നോട്ട്ബുക്കിലുള്ള പേജിൽ ആനുപാതികമായിട്ട് ഇങ്ങനെ വരച്ചെടുത്താൽ മതി. അപ്പോൾ അതിൽ ഇത്രയും വലുപ്പത്തിൽ 1.5 സെൻറ്റിമീറ്റർ കിട്ടുന്നില്ലെങ്കിൽ മാറ്റുക, 1 സെൻറ്റിമീറ്റർ. അപ്പോൾ 7 സെൻറ്റിമീറ്റർ റേഡിയസിൽ വൃത്തം വരയ്ക്കാൻ എന്തായാലും പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെ നമ്മളെ കയ്യിലുള്ള സാധനങ്ങൾ പരമാവധി ഉപയോഗിച്ചുകൊണ്ട്, അപ്പോൾ അതേ അവസരത്തിൽ ഈ സൗകര്യമൊക്കെ ഉള്ളവരാണെങ്കിൽ അത് നന്നായി വരയ്ക്കുകയും ചെയ്യുക. നിങ്ങൾക്ക് നല്ലൊരു ആൽബമാക്കി മാറ്റിക്കൊണ്ട് എപ്പോഴെങ്കിലും നിങ്ങൾ ആ സ്കൂളിലേക്കൊക്കെ ഞാൻ വരികയാണെങ്കിൽ തീർച്ചയായും കാണിച്ചു തരണം. അപ്പോൾ അങ്ങനെ ഒരുപാട് കുട്ടികൾ എനിക്ക് കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ വെക്കേഷൻ കാലത്ത് നിങ്ങൾക്ക് ഒരു നല്ല ആൽബം ഉണ്ടാക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.